3-4 ദിവസം കഴിഞ്ഞപ്പോൾ അമർ സിംഗ് വീണ്ടും മറ്റൊരു അപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. വൃക്ക സംബന്ധമായ അസുഖം എനിക്കുണ്ട്, എനിക്ക് വിദേശത്ത് പോയി ചികിത്സിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണം. ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞത്? മിസ്റ്റർ അമർ സിംഗ്, നിങ്ങൾ വിദേശത്തെ ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾ പോയി ചികിത്സിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്ത നമ്മുടെ വ്യവസ്ഥിതി എന്റെ ജീവൻ അപകടത്തിലാണ്. എന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യൂ എന്ന് ജാമ്യാപേക്ഷയുമായി പോയപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസ്ഥിതി പറയുകയാണ്, കൈ പൈസയുണ്ടോ, പോയി ചികിത്സ നേടിക്കൊള്ളുക. എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ചിട്ട് അന്ധനായ അബ്ദുൽ നാസർ മദനിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് ചികിത്സ നേടാൻ കഴിയുന്നത്? ലോകത്തെ നേതാക്കന്മാരുടെ സ്ഥിതി നമുക്കറിയില്ലേ? യാസർ അറാഫത്തിന്റെ മരണം ഉൾപ്പെടെ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രിയിൽ കിടക്കുവാൻ കഴിയും? ചെറിയൊരിതുപോലെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മരുന്നിൽ ചെറിയൊരു സാധനം കെട്ടിയ പോലെ എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആശുശക്തി നഷ്ടപ്പെട്ട അബ്ദുൽ നാസർ മദനിക്ക് ഏകനായി ബംഗളൂരിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നേടാൻ കഴിയും? അതുകൊണ്ടാണ് പറഞ്ഞത്, ബന്ധുക്കളിൽ ആരെങ്കിലും ഒന്ന് നിർത്തിയാൽ അല്പം ഒന്ന് നിർഭയനായിട്ടെങ്കിലും അപകടത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷ തേടിക്കൊണ്ടിട്ടുള്ള ഒരു ഫലപ്രദമായ ചികിത്സയെങ്കിലും നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ വ്യവസ്ഥിതികൾ അദ്ദേഹത്തിന് സാമാന്യ നീതി ലഭിക്കുമെന്ന് കാണുമ്പോ ഉടൻ തന്നെ വളരെ ആസൂത്രിതമായി, തന്ത്രപരമായി, എല്ലാ രീതിയിലും ആസൂത്രണപരമായി ഭരണകൂടങ്ങൾ നമ്മുടെ ജുഡീഷ്യറികളെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കർണാടക ഹൈക്കോടതി പോലും ജാമ്യാപേക്ഷ തള്ളപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു നിർഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന എവിടെയൊക്കെ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു അതിന് വിധേയരായവർ കത്താണിയാകപ്പെടേണ്ടുന്ന നമ്മുടെ മാധ്യമ സമൂഹം, ബാംഗ്ലൂരിലെ മീഡിയ, ബാംഗ്ലൂരിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബാംഗ്ലൂരിലെ ഭരണകൂടം അബ്ദുൽ നാസർ മദനി കർണാടക ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്ത അന്ന് മുതൽ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ നിരന്തരം കള്ളക്കഥകൾ, കള്ള വർത്തമാനങ്ങൾ, കള്ള രേഖകൾ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ ശരവർഷം പോലെ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യത്തെ പ്രമുഖ പത്രങ്ങൾ പോലും ഏകപക്ഷീയമായി ഒരു അന്വേഷണാത്മകമായിട്ടുള്ള പത്രപ്രവർത്തനത്തിന്റെ രീതി 1% പോലും അവലംബിക്കാതെ ഏകപക്ഷീയമായി ഭരണകൂടങ്ങൾ പറയുന്നത് മുഴുവനും വേദവാക്യങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിലെ മാധ്യമ വിഭാഗം പോലും ഭരണകൂടത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് ആസൂത്രിതമായി നിൽക്കുന്ന വല്ലാത്ത ഒരു വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥാവിശേഷം. ഒരു ബഹുമാനപ്പെട്ട ജഡ്ജി അല്ലെങ്കിൽ ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ ഉറക്കെ എണീറ്റിട്ട് ആദ്യം നോക്കുന്നത് എന്താ? ഒന്നുകിൽ ഹിന്ദു പത്രമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ കാലിക് ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം മസ്തിഷ്കത്തിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ വ്യവസ്ഥിതിയുടെ തലവന്മാർ ഇതുമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം വർത്തമാന പത്രമെടുത്ത് നോക്കുമ്പോൾ ഫുൾ പേജിലും ഹാഫ് പേജിലും വളരെ മോശമായ രീതിയിൽ ലോകത്തെ ഭീകരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്ത, ആ വാർത്ത വായിച്ചിട്ടല്ലേ അദ്ദേഹം ജഡ്ജിമെന്റിലേക്ക് പോകുന്നത്. ജഡ്ജിയായിരുന്നാലും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവരായാലും മനുഷ്യരല്ലേ, അവർക്ക് മനസ്സുള്ളതല്ലേ? ആ മനസ്സുകൾ സ്വാധീനിക്കപ്പെടില്ലേ? അത്തരം സ്വാധീനങ്ങൾക്ക് വിധേയരാക്കപ്പെടില്ലേ? എന്താണ് ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസ്? ആ കേസിൽ അബ്ദുൽ നാസർ മദനി എത്രാമത് പ്രതിയാണ്? 31ാം പ്രതിയാണ്. എന്തുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനിക്ക് മാത്രം ഇത്തരത്തിലുള്ളൊരു ദുര്യോഗം നേരിടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് രാജ്യത്തെ മറ്റാർക്കും നേരിടേണ്ടി വരാത്ത വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു ദുര്യോഗം അബ്ദുൽ നാസർ മദനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് ബഹുമാന്യരായ എല്ലാ പേരും ഗൗരവതരമായി ചിന്തിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കോയമ്പത്തൂർ ജയിൽവാസത്തിന് ശേഷം ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്ത് കിങ്ഫിഷർ വിമാനത്തിൽ കയറ്റി അയക്കുന്നത് വരെ നമ്മുടെ കേരള പോലീസിന്റെ കേരളത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് നൽകുന്ന സുരക്ഷാ സംവിധാനം ഈ കാറ്റഗറി സെക്യൂരിറ്റി വലയത്തിനുള്ളിൽ കഴിഞ്ഞ അബ്ദുൽ നാസർ മദനി കർണാടകയിലെ കുടകിലെ ഇഞ്ചിത്തോട്ടത്തിൽ പോയി
കർണാടകയിലെ കുടകിലെ ഇഞ്ചിത്തോട്ടത്തിൽ പോയി ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് ആണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ്. കർണാടകത്തിലെ കുടകിലെ ഇഞ്ചിത്തോട്ടത്തിൽ സാക്ഷിമൊഴി കൊടുത്തിട്ടുള്ളവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പോയ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ഷാഹിറയ്ക്ക് നേരെ പോലും ഭരണകൂടം കരിനിയമം പ്രയോഗിച്ചു എന്നുള്ളത് നമ്മൾ ഗൗരവതരമായി ചിന്തിക്കട്ടെ. കള്ളത്തെളിവുകൾ, വ്യാജരേഖകൾ, കള്ളമൊഴികൾ, സത്യവുമായി പുനബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ ഒട്ടാകെ ക്രോഡീകരിച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർ മദനിയെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയല്ലേ, 31-ാം പ്രതിയാക്കിയിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം വേണമെങ്കിൽ 1-ാം പ്രതിയാക്കിക്കോ. കേസിന്റെ വഴിക്ക് നടക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അബ്ദുൽ നാസർ മദനി കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീതിന്യായ സംവിധാനം തൂക്കിക്കൊല്ലാനാണ് അബ്ദുൽ നാസർ മദനി വിധിക്കുന്നതെങ്കിൽ വിധിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് നൽകേണ്ടുന്ന സാമാന്യ നീതി നൽകണ്ടേ? ജീവനുണ്ടെങ്കിലല്ലേ മദനിയെ ശിക്ഷിക്കാൻ കഴിയൂ. ജീവനില്ലാത്ത മദനിയായി യാതൊരു സംവിധാനത്തിന് ശിക്ഷിക്കാൻ കഴിയും. നിരപരാധിയായിട്ടുള്ള അദ്ദേഹത്തെ എന്തിനിങ്ങനെ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ട അബ്ദുൽ നാസർ മദനിയെ ഇനി ആവശ്യമുണ്ടോ? വിധി പറയുന്നതിന് മുമ്പ് ആവശ്യമുണ്ടോ? ആകെ വേണ്ടുന്നത് വിചാരണയ്ക്ക് വേണ്ടി മാത്രമാണ്. പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു 10 ദിവസക്കാലം. പ്രോസിക്യൂഷൻ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. പ്രതികളെ നിരത്തി നിർത്തി ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് കസ്റ്റഡിയിൽ വെക്കുന്നത്? ഇനി എന്തിനാണ് ജയിലറയ്ക്കുള്ളിൽ അബ്ദുൽ നാസർ മദനിയെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജയിലറയ്ക്കുള്ളിൽ അബ്ദുൽ നാസർ മദനിക്ക് ചികിത്സ പോലും നൽകാതെ ജയിലറയ്ക്കുള്ളിൽ അബ്ദുൽ നാസർ മദനിയെ നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നടപ്പില്ല. അത് അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്ന് ഭരണകൂടങ്ങളോട് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. യെദ്യൂരപ്പയെ കണ്ടു, സദാനന്ദ ഗൌഡയെ കണ്ടു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. എത്രയെത്ര നിവേദനങ്ങൾ നൽകി, എത്രയെത്ര സമരങ്ങൾ നടത്തി, എത്രയെത്ര സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നു. നീതിയുടെ ഒരു കണിക പോലും അബ്ദുൽ നാസർ മദനിക്ക് അന്യമാകുന്ന വല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്കൊക്കെയും അറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാറിന്റെ കവർ സ്റ്റോറി എനിക്ക് കാണുവാൻ കഴിയും. സിന്ധു പറഞ്ഞു വരുന്നത് എന്താ? ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സിന്ധു പറയുകയാണ്, ആർക്കും വേണ്ടാത്ത അബ്ദുൽ നാസർ മദനിയായി അബ്ദുൽ നാസർ മദനി പരിണമിച്ചിരിക്കുകയാണ്. സിന്ധുവിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച വികാരം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ സംഘടനകൾ, കേരളത്തിലെ മതസംഘടനകൾ, കേരളത്തിലെ ഇസ്ലാം മത പണ്ഡിതന്മാർ അവരുടെയൊക്കെയും അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാറിന് ശ്രമിക്കുവാൻ വേണ്ടി, വായിക്കുവാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടാണ് സിന്ധു സൂര്യകുമാറിന് അങ്ങനെ പറയേണ്ടി വന്നത്. ഇനി കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ അതേ സിന്ധു സൂര്യകുമാറിന് പറയാൻ കഴിയും, എല്ലാവർക്കും വേണ്ടുന്ന മദനിയായി അബ്ദുൽ നാസർ മദനി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ആദരണീയനായ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അബ്ദുൽ നാസർ മദനിയെ ജയിൽ മോചിതനാക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായി മുന്നോട്ട് വരുവാൻ ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ച് നമുക്കൊക്കെയും അറിയാം. അദ്ദേഹം എടുത്തിട്ടുള്ളൊരു തീരുമാനം, അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള തീരുമാനം, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമോ പിന്നോക്കം പോയതായി നമുക്കാർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇന്നത്തെ കേരളത്തിലെ സംവിധാനങ്ങൾ UDF ആയാലും കേരളത്തിലെ UDF ഗവൺമെന്റ് ആയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ അമരക്കാരൻ ഹൈദരലി ശിഹാബ് തങ്ങളും പറയുന്നത് അക്ഷരം പറഞ്ഞു കേൾക്കുന്നവരാണ് എന്ന് കേരളീയ
പൊതുസമൂഹത്തിലെ എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ്. ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങൾ കേരള സർക്കാർ അടിയന്തരമായി അബ്ദുൽ നാസർ മദനിയുടെ ജയിൽ മോചന കാര്യത്തിൽ ഇടപെടണമെന്ന് അഭിമന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കേരള ഗവൺമെന്റ് അബ്ദുൽ നാസർ മദനിയുടെ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങൾ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷ ജനങ്ങൾ അഭിമന്യനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മദനിയെ ജയിൽ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോകാൻ പോകുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം വളരെയധികം ആശ്വാസത്തോടു കൂടിയാണ് അബ്ദുൽ നാസർ മദനിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി രാഷ്ട്രീയപരമായി അവർക്ക് നമ്മളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് അവരോട് ശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയം വേറെ. അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ മാറ്റിവെക്കുക, അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മാറ്റിവെക്കുക, രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെയും മാറ്റിവെക്കുക. ആത്യന്തികമായി പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അബ്ദുൽ നാസർ മദനി ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതനാണ് അബ്ദുൽ നാസർ മദനി. അബ്ദുൽ നാസർ മദനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുമൊക്കെ ഉള്ളത്. ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു ഇസ്ലാം മത പണ്ഡിതനാണ്. ഒരു ഇസ്ലാം മത പണ്ഡിതനായ ബഹുമാന്യനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് മറ്റൊരു ഇസ്ലാം മത പണ്ഡിതനായ അബ്ദുൽ നാസർ മദനി ജയിലറയ്ക്കുള്ളിൽ തന്റെ വിലപ്പെട്ട ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്നുള്ള കടുത്ത ആശങ്ക കഴിയുമ്പോൾ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാന്യനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. അബ്ദുൽ നാസർ മദനിയെ മുസ്ലിം ലീഗിലേക്ക് പോന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ വളരെ അബ്ദുൽ നാസർ മദനിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഉയരുന്നതാണ്, തൂക്കം നൽകുന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ നിലപാടുകൾ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം വ്യക്തമായി പറയുവാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അഭിവന്ദനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അബ്ദുൽ നാസർ മദനിയെ ജയിൽ മോചിതനാക്കാൻ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആപത്കാലമാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാലം. വിഷമസന്ധിതിയിൽ ആപത്ത് കാലത്ത് വിഷമ സന്ധിക്കാവസ്ഥയിൽ സഹായിക്കുന്നവരെ ഒരു കാലത്തും ആരും മറക്കാറില്ല. ചിലപ്പോൾ പ്രത്യുപകാരം തന്നെ ചെയ്തെന്നും വരും. വിഷമസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരുടെയും സഹായം ഒരു സംശയവുമാർക്കും വേണ്ട. ഞങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ മുന്നിൽ ജാതിയില്ല, ഞങ്ങളുടെ മുന്നിൽ മതമില്ല, ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വ്യത്യാസവുമില്ല. വന്ദനപ്പെട്ട നമസ്കാര തലമും പുരുഷന്മാരെയും ഒന്നായി പിടിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മദനിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ പ്രയാണത്തിന് അതിശക്തമായിട്ടുള്ള സമരത്തിന്റെ പ്രതിഷേധ കൊടുക്കാൻ അതിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ നിലപാടുണ്ട്. ഹർത്താൽ നടത്തിയിട്ട് അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങള് എന്ത് നടത്തിയിട്ട് അബ്ദുൽ നാസർ മദനിയുടെ മോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തെരുവോരങ്ങളിൽ രക്തപ്പുഴ അബ്ദുൽ നാസർ മദനിയുടെ മോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പൊതു റോഡുകൾ അടഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആഗ്രഹിക്കുന്നില്ല. വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ആ കൊല്ലത്തിന് കൂടി അബ്ദുൽ നാസർ മദനിയുടെ മോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരു മനുഷ്യന് പോലും ഒരു ബുദ്ധിമുട്ടും വരാതെ തികച്ചും ജനാധിപത്യപരവും നിയമപരവും സമാധാനപരവുമായിട്ടുള്ള പോരാട്ടത്തിൽ കൂടിയായിരിക്കും അബ്ദുൽ നാസർ മദനിയുടെ മോചനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപഥങ്ങളിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ചിന്തകൾക്കെല്ലാം അതീതമായി എല്ലാവരുടെയും തലമുറയിൽ
ഇല്ലാത്ത പിന്തുണ, സർക്കാരിന്റെ പിന്തുണ, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് വിനീതമായി അപേക്ഷിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു വിശദമായിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ അഭിനന്ദനായ നേതാവ് സഖാവ് എം.എ. ബേബി ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ ഒരു മാതൃകയായി കാണപ്പെടേണ്ടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായ നമ്മുടെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രിയങ്കരനായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ്ബ്യൂറോ മെമ്പർ സഖാവ് എം.എ. ബേബിയെ ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്ര പ്രസിദ്ധമായ മലബാറിന്റെ മണ്ണിൽ നടക്കുന്ന ഈ മലബാർ സംഗമ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.